പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുവാനായിട്ട് ദൈവം തന്ന അവസരത്തെ ഓർത്ത് അതിന് തന്ന കൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം എല്ലാ ദിവസവും എനിക്ക് വീഡിയോ ഇടുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ മനസ്സിൽ ചില ബോധ്യങ്ങൾ, അത് വീഡിയോ ഇടണം എന്നുള്ള ബോധ്യം കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുവാനായിട്ടും വീഡിയോ എടുക്കുവാനായിട്ടും സാധിക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ ഹിതം ഈ പ്രവൃത്തിയിൽ, ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ഹിതം അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്ന് മനസ്സിൽ വളരെ കാലങ്ങളായിട്ട് ഉള്ളൊരാഗ്രഹമാണ് ദൈവവചനം പ്രഘോഷിക്കണം എന്നുള്ളത്. ആ ഒരാഗ്രഹം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് യൂട്യൂബിൽ ഇതുപോലെ ഗോഡ് ഈസ് ഓൾമൈറ്റി എന്ന ചാനലിൽ വളരെ കുറച്ച് മാത്രമെങ്കിലും വീഡിയോ ഇടുവാനായിട്ട് ദൈവം കൃപ തന്നത്. ആ തന്ന കൃപയോർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരാളിലേക്കെങ്കിലും കർത്താവേ, എന്നിൽ നിന്ന് അങ്ങയുടെ നാമത്തെ അറിയുവാനായിട്ട് ഒരാൾക്കെങ്കിലും സാധിക്കണമേ, ഒരാൾക്കെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം കൊടുക്കുവാൻ എനിക്ക് സാധിക്കണമേ എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതിനുള്ള അവസരം തന്ന ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ള ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ്. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ ഒരു വചനമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കും. കാരണം ആ ഒരു വചനത്താൽ നാം രക്ഷിക്കപ്പെടും. ദൈവത്തിൻ്റെ വാക്കാണ് ദൈവവചനം. ദൈവവചനത്തെക്കുറിച്ച് പറയുവാനായിട്ട് നാം മതിയായവരല്ല. കാരണം വിശുദ്ധ ബൈബിളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാക്ക്, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റാണ്. ദൈവവചനത്തെക്കുറിച്ച് യെശയ്യായുടെ പുസ്തകത്തിൽ 55-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. മഴയും മഞ്ഞും ആകാശത്തു നിന്നും വന്ന് അത് ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് നമുക്ക് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും, ഇന്നത്തേക്കുള്ളതും നാളത്തേക്ക് വേണ്ടതും കരുതി വയ്ക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും ദൈവത്തിൻ്റെ വചനവും അങ്ങനെ തന്നെയാണ്. അതൊരിക്കലും ഫലരഹിതമായിട്ട് തിരിച്ചു പോവില്ല. അതിൻ്റെ ഉദ്ദേശം അത് നിറവേറ്റുക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളാൽ പറ്റുന്ന വിധത്തിൽ വചനം ശേഖരിച്ച് വയ്ക്കുകയും അത് ആവർത്തിച്ച് പറയുകയും നമ്മുടെ ഹൃദയത്തിൽ അത് ഉരുവിട്ട് നടക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ ആ വചനം അത് ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുക തന്നെ ചെയ്യും. നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് ഈ വീഡിയോ ഏറ്റെടുത്ത് വചനം പഠിക്കുകയും വചനം ആവർത്തിച്ച് ഉരുവിട്ട് നടക്കുകയും ചെയ്യാൻ പരിശ്രമിക്കുക. എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്.